ഓഗസ്റ്റ് 13 അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥൻ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ ജോൺ ബെർക്ക്മൻസിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം 1599 മാർച്ച് മാസം 13 യൂറോപ്പിലെ ഒരു ചെറുപട്ടണത്തിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം പൗരോഹിത്യ ദൈവവിളി കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു. ബെർക്ക്മൻസിന്റെ 2 ജ്യേഷ്ഠ സഹോദരന്മാരും പുരോഹിതന്മാരായിരുന്നു. ഒരാൾ ഈശോ സഭയിലാണെങ്കിൽ മറ്റേയാൾ അഗസ്റ്റീനിയൻ സഭയിലെ അംഗമായിട്ടാണ് ജീവിച്ചത്. ബെർക്ക്മൻസിന്റെ കുട്ടിക്കാലത്ത് പൊതുവിൽ സൽസ്വഭാവിയായിരുന്നു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകതകളൊന്നും ആരും ശ്രദ്ധിക്കാനിടവന്നില്ല. രോഗിണിയായിരിക്കുന്ന അമ്മയെ പരിചരിക്കുന്നതിൽ തൽപരനായിരുന്നു ജോൺ. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിലാണ് ഈശോ സഭയുടെ വകയായി ഒരു കോളേജ് താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ആരംഭം കുറിക്കുന്നത്. ബെർക്ക്മൻസ് ആയിരുന്നു രജിസ്റ്റർ പ്രകാരം ആ കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥി. അവിടുത്തെ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോൺ ഒരു തീരുമാനമെടുക്കുകയാണ് ഈശോ സഭയിലെ ചേരുന്നതിനു വേണ്ടി. അത് തന്റെ പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് പലതരം മുടക്കുകളും അതിനെ ഉണ്ടാക്കി. പിതാവിന്റെ ആഗ്രഹം ജോൺ ഒരു ഇടവക വൈദികനായിട്ട് തീരുക എന്നുള്ളതായിരുന്നു. എന്നാൽ ജോണിന്റെ ഉത്കടമായിട്ടുള്ള അഭിനിവേശം ഒരു സന്യാസ വൈദികനായിട്ട് ഈശോ സഭയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നതുകൊണ്ട് പിതാവിന് തോറ്റുകൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജോൺ ഈശോ സഭയിൽ ഒരു സന്യാസാർത്ഥിയായിട്ട് ചേർന്നു. ജോൺ നവസന്യാസത്തിലായിരിക്കുന്ന അവസരത്തിലാണ് രോഗിണിയായിരുന്ന അമ്മ മരണമടയാൻ ഇടവരുന്നത്. സ്വന്തം ഭാര്യയുടെ ദേഹവിയോഗത്തിനു ശേഷം വിശ്വാസത്തെ ജീവിതം നയിച്ചിരുന്ന ജോൺ ബെർക്ക്മൻസിന്റെ പിതാവ് ഒരു വൈദികനാകാൻ സെമിനാരിയിൽ ചേരുകയും പ്രത്യേക ചില ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വൈദികനായി തീരുകയും ചെയ്തു. 8 മാസക്കാലമേ ഒരു വൈദികനായിട്ട് ജോൺ ബെർക്ക്മൻസിന്റെ അപ്പച്ചന് ഈ ലോകത്തിൽ ജീവിക്കാൻ ഇടവന്നുള്ളൂ എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിട്ട് നിൽക്കുന്നു. നവസന്യാസം വളരെ നല്ല നിലയിൽ തന്നെ പൂർത്തിയാക്കിയ ജോണിനെ തത്വശാസ്ത്ര അധ്യയനത്തിനു വേണ്ടി അധികാരികൾ റോമിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അവിടെ തത്വശാസ്ത്ര അഭ്യാസത്തിനിടയിൽ ഒരു ദിവസം തന്നെ 2ഉം 3ഉം ദിവ്യബലികളിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ജോൺ വേഗം തൽപരനായിരുന്നു എന്ന് കാണുന്നു. ജോൺ അവിടെ റോമിൽ തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ 1621 ഓഗസ്റ്റ് മാസം 5 വൈദിക വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ഡിബേറ്റ്, ഒരു വാദപ്രതിവാദ സമ്മേളനം നടക്കുകയുണ്ടായി. ജോൺ അതിൽ സംബന്ധിച്ചിരുന്നു. ആ ഡിബേറ്റിന് ശേഷം ജോണിന് കലശലായ ഒരു പനി പിടിപെട്ടു. അത് ജോണിനെയും കൊണ്ടേ പോയുള്ളൂ. 1621 ഓഗസ്റ്റ് മാസം 12 ജോൺ അത്യാസന്ന നിലയിലായി. അധികാരികൾ ജോണിന്റെ മുറിയിൽ വന്ന് അന്ത്യകുദാശകളെല്ലാം നൽകുന്നതിനിടയിൽ ചോദിച്ചു, ഞങ്ങളെ വിട്ടുപിരിയുന്ന ഈ അവസരത്തിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടോ ജോണിനെ എന്ന് ചോദിച്ചപ്പോൾ ജോൺ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ സന്യാസ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്റെ മനസ്സറിവോടുകൂടെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു ജോണിന്റെ അന്ത്യവാക്യങ്ങൾ. 1921 ഓഗസ്റ്റ് മാസം 13 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ജോൺ അന്ത്യശ്വാസം വലിക്കാനുണ്ടായത്. ജോണിനെ ആരും ചെറുപ്പകാലത്ത് ശ്രദ്ധിച്ചില്ല എന്ന് വരികിലും 13 വയസ്സിന് അപ്പുറത്തുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിത ലത്തീൻ ഭാഷയിൽ ജോൺ നിർമ്മിച്ചതായിട്ട് നാം കാണുന്നു. ഈ കവിത പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനിടവന്നു. കാരണം അതിലെ ആശയങ്ങൾ 13 വയസ്സുകാരന് ഉൾക്കൊള്ളാവുന്നതിൽ അതീതമായിരുന്നു. ജോണിന്റെ സർഗശക്തി സഹപാഠികൾക്കും മറ്റ് അയൽവാസികൾക്കും അറിയാൻ ഒരു പരിധിവരെ ഈ ലത്തീൻ കവിത ഉപകരിച്ചു എന്നതൊഴിച്ച് വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധാരണ ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞവനാണ് ജോൺ ബെർക്ക്മൻസ്. ഒരു വൈദികനാകാൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു എന്നുവരികിലും വൈദികനാകാൻ ഇടവരാതെ
കേവലം 22ാം വയസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ജോൺ ബെർക്ക്മാൻസ് ഒരു വൈദിക വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സാധാരണ ജീവിതം കഴിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം നേടിയവനാണ്. ഇത് ഇന്നത്തെ യുവജനങ്ങൾക്ക് വലിയ ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായിട്ട് വേണം കരുതാൻ. അസാധാരണത്വം ഒന്നും അവകാശപ്പെടാനില്ലാതെ സാധാരണ ജീവിതത്തിലൂടെ വിശുദ്ധി നേടാം എന്ന് ജോൺ ബെർക്ക്മാൻസ് തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരുനാള് ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രതിബദ്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ബോധപൂർവം തെറ്റിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ ഇടവരട്ടെ.